പൊതുസ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 4 പേരിൽ ഒരാളാണ് മരണപ്പെട്ട സന്ദീപ്. കസ്റ്റഡിയിലെടുത്തവരെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെ സന്ദീപ് പോലീസ് ജീപ്പിൽ കുഴഞ്ഞു വീണെന്നും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചെന്നുമാണ് പോലീസ് ഭാഷ്യം. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ സന്ദീപിനെയും കൂടെയുള്ളവരെയും പോലീസ് ഓടിച്ചു പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും മർദ്ദനത്തെ തുടർന്നാണ് മരിച്ചതെന്നും സന്ദീപിന്റെ സഹോദരൻ ദീപക് പറഞ്ഞു. ജീപ്പിൽ വെള്ളം ചോദിച്ചത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് അവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞു അങ്ങനെ ഒന്ന് തല്ലിയ കാര്യം അവർ പിന്നെ പറയുന്നില്ല, അവർ നിന്ന് വറക്കുകയാണ്. മരണത്തിൽ സംശയമുള്ളതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തും. സന്ദീപിനെ പോലീസ് മർദ്ദിക്കുന്നത് കണ്ട സാക്ഷികളെ ഭീഷണിപ്പെടുത്തി സംഭവം വഴിതിരിച്ചു വിടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സന്ദീപ് മരിച്ചതെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. തുടർന്ന് ടൗൺ SI അജിത് കുമാറിനെ കാസർഗോഡ് AR ക്യാമ്പിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, കാസർഗോഡ്.